ഗതാഗതക്കുരുക്കിൽ ജനജീവിതം സ്തംഭിപ്പിച്ച് കാഴ്ചക്കാരായി മാറി നിൽക്കുന്ന അധികാരികൾക്കെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത്. അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാത നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ സിറ്റിസൺ കൗൺസിൽ നേതൃത്വത്തിൽ നാളെ വടകരയിൽ ഉപവാസ സമരം നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര. അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാത പരിഷ്കരണം ആരംഭിച്ചിട്ട് 3 വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെയാണ് സിറ്റിസൺ കൗൺസിൽ നേതൃത്വത്തിൽ നാളെ വടകരയിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നത്. ഗതാഗത മേഖലയും വ്യാപാര മേഖലയും പ്രതിസന്ധിയിലാവുകയും ജനങ്ങളുടെ സഞ്ചാര സൗകര്യം ഇല്ലാതാവുകയും ചെയ്തിട്ടും ദേശീയപാതയുടെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി മെല്ലെപ്പോക്ക് തുടരുകയാണ്. പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കേണ്ടവരും ശരിയാംവണ്ണം പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ടവരുമായ അധികാരികൾ വെറും കാഴ്ചക്കാരെ പോലെ മാറി നിൽക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് വടകര സിറ്റിസൺ കൗൺസിൽ സന്നദ്ധ സംഘടനകളുടെയും വ്യാപാരി സംഘടനകളുടെയും ബസ്സുടമ സംഘടനകളുടെയും മോട്ടോർ തൊഴിലാളി യൂണിയനുകളുടെയും ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഇത്തരത്തിലൊരു സമര പരിപാടി നടത്താൻ ആസൂത്രണവും നടത്തിയത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന സമര പരിപാടി വടകര MP ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു പരിപാടിയിൽ മുഖ്യാതിഥിയാകും. അപ്പോൾ ഞങ്ങളെ ഈ സംബന്ധിച്ചോളം ഈ കാര്യത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഉപവാസമാണ്. ഇപ്പം ധർണ ഇവിടെ ഒരുപാട് നടന്നു, എല്ലാ പാർട്ടികളും നടത്തിയെന്ന് എനിക്ക് തോന്നി. കോൺഗ്രസിൻ്റെ ഒരു പരിപാടി നടത്തുന്നു, അതിൽ ഞാൻ സംബന്ധിക്കുകയും ചെയ്യുന്നു. അതല്ലാതെ മറ്റ് പാർട്ടികളും സാമൂഹ്യ സംഘടനകളെല്ലാം നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് ഒരു ഏകോപിക്കാൻ വേണ്ടിയാണ് വടകര സിറ്റിസൺ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ദേശീയപാതയുടെ സമരത്തെ സംബന്ധിച്ചോളം നമ്മൾ ആലോചിച്ചാൽ ഇപ്പം പൊടി വല്ലാണ്ട് അതിക്രമിച്ച രീതിയിലാണ് വടകര ബസ് സ്റ്റാൻഡിൽ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ മാസ്ക് ഇല്ലാതെ അവിടെ പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ട്. കാരണം ശ്വാസകോശ രോഗങ്ങൾ ഒരുപാട് ആളുകൾക്ക് ബാധിക്കാനുള്ള ചാൻസാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ മറ്റ് പലരും ഇപ്പോൾ പെരുവെട്ടും താഴെ മുതൽ കരിമ്പനപ്പാലം വരെയുള്ള ഭാഗത്താണ് ഏറ്റവും പ്രയാസം അനുഭവം. കാരണം അവിടെ വാഹനങ്ങൾ വളരെ മെല്ലിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ മറ്റു ഭാഗങ്ങളിലേക്ക് വടകര താലൂക്കിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ മുഴുവൻ അവിടെ ബ്ലോക്കാവും. ഇതിലുള്ള 20ഓളം സംഘടനകളെ ഞങ്ങൾ ഈ ആലോചനാ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ ഈ പ്രവർത്തനം. ശക്തമായ സമരത്തിലേക്ക് പിന്നീട് നീങ്ങേണ്ടതായിട്ട് വരും. അതിന് വ്യാപാരി വ്യവസായ സമിതി, സിറ്റിസൺ കൗൺസിൽ, അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഉപരോധം അല്ലെങ്കിൽ ഒരു ഹർത്താൽ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അധികാരികളെ കണ്ണിലെത്തുന്ന വിധത്തിൽ ഒരു സമരവും കൂടി നടത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. റീചാർജ് ചെയ്യണം എന്നുള്ള, അത് വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള സർവീസ് റോഡ് 20 സർവീസ് റോഡ് റീചാർജ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ്. എന്നാൽ ഒരു പരിധി വരെ ഇതിന് പരിഹാരമാവും. പിന്നെ ഒന്നുള്ളത് പുതിയ ബസ് സ്റ്റാൻഡ് മുൻവശത്തുള്ള MRAക്ക് മുമ്പിലുള്ള അഴുക്കുചാലിൻ്റെ സ്ലാബ് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ആ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കുപ്പിക്കഴുത്ത് പോലുള്ള യൂട്ടേൺ ഭാഗം ഒഴിവാകുകയും വാഹനങ്ങൾ നേരെ പോകാനും കഴിയും. പിന്നെ ആശാ ഹോസ്പിറ്റൽ ടൗണിലെ ആശാ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളത് അവിടെ സർവീസ് റോഡ് കൃത്യമായി നിർമ്മിക്കുക എന്നുള്ളതാണ്. കരിമനപ്പാലത്തെ അഴുക്കുചാലിൻ്റെ സ്ലാബ് ഇട്ട് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചോറോട് ഗേറ്റിൻ്റെ അടുക്കൽ അണ്ടർപാസിന് മേലെയുള്ള ആ സ്ലാബ് പൂർണ്ണമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായിട്ട് ചെയ്യുക, അത് തുടങ്ങി വെച്ചു എന്നുള്ളതാണ്. എല്ലാ സ്ലാബിൻ്റെ ഈ വർക്കൊക്കെ തുടങ്ങി വെക്കുക, പിന്നെ അവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ടൗണിനെ ശ്വാസം മുട്ടിക്കുക എന്നുള്ളതാണ്. ഉപവാസ സമരം വൈകിട്ട് 5 മണിയോടെ EK വിജയൻ MLA നാരങ്ങാനീര് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം ഇനി വടകരയിലും. ഈ ഓണമഹോത്സവത്തിൽ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളയ്ക്ക് സമാരംഭം. വടകര ഫെസ്റ്റ് 2K25. വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025.